ഈ വർഷത്തെ വിഷുസദ്യ കളറാക്കാനുള്ള പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പി എന്ന് പറയാം, ബീട്രൂട്ട് പച്ചടി. സോ നമുക്ക് ഇതിന് ആദ്യം വേണ്ടത് ഒരു ബീട്രൂട്ട് ആണ്. ഞാനൊരു ഫുൾ ബീട്രൂട്ട് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. ഏതൊരു കറി വെക്കുമ്പോഴും അതിന്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്യുന്ന രീതി നല്ലപോലെ അതിന്റെ ടേസ്റ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. സോ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ കണക്കിലെടുത്ത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും നല്ലപോലെ ചീകിയാണ് ബീട്രൂട്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കട്ട് ചെയ്ത പോലെ തന്നെ, അതായത് ചീകി എടുത്തേക്കുന്ന പോലെ തന്നെ നിങ്ങളും ബീട്രൂട്ട് ചീകി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ടേസ്റ്റ് ഒരുപടി മുന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ഫുൾ ബീട്രൂട്ട് ചീകി എടുത്ത ശേഷം അതൊരു പാനിലിട്ട് അത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് കുറച്ച് സോൾട്ടും 2 പച്ചമുളക് കീറും ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിക്കാനായിട്ട് വെക്കാം. വെള്ളം നല്ലപോലെ വറ്റിക്കോട്ടെ. അതിനനുസരിച്ച് ടേസ്റ്റും അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയും നല്ലപോലെ മെയിൻറ്റെയിൻ ആയിക്കോളും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അരപ്പാണ്. ഇവിടെ ഞാനൊരു 2 to 3 ടേബിൾ സ്പൂൺ നാളികേരാണ് ചേർത്തേക്കുന്നത്. പിന്നെ ജീരകം, കടുക്, സാൾട്ട് ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ അരപ്പ് അരയ്ക്കുന്നത്. അത് ഒന്നിച്ചാണ് അരച്ചേക്കുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ മിക്സി പോലത്തെ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു മിക്സിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ ആദ്യം നാളികേരവും ജീരകവും സാൾട്ടും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തോളൂ. എന്നിട്ട് ലാസ്റ്റ് കടുക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ആ സെയിം ജാറിൽ ഒരു 2 to 3 ടേബിൾ സ്പൂൺ കേർഡ് എടുത്ത് കൈകൊണ്ട് സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിക്ക് കേർഡ് ഉടച്ചെടുക്കാന്ന് പറയും കേട്ടോ. മിക്സിയിൽ ഒരിക്കലും ഇട്ട് അടിക്കരുത്, അത് ലൂസായി പോകും. നമ്മുടെ പച്ചടിയുടെ കൺസിസ്റ്റൻസി വെച്ചാൽ തിക്കായിട്ട് ഇരിക്കണം. അതുകൊണ്ടാണ് ബീട്രൂട്ടിലും അരപ്പിലുള്ള വെള്ളം വരെ നമ്മൾ നല്ലപോലെ വറ്റിച്ചെടുക്കുന്നത്. എപ്പോഴും പച്ചടി ഉണ്ടാക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരപ്പൊഴിച്ചോ നല്ലപോലെ വറ്റിച്ച് വേവിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേർഡ് ഉടച്ച് ചേർക്കാനായിട്ട്. എല്ലാം നല്ലപോലെ മിക്സ് ആയെന്ന് കണ്ട പിന്നെ ഇനി ഒന്നും നോക്കണ്ട, നല്ല വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് അങ്ങ് ചേർത്തിക്കോളൂ. നമ്മുടെ പച്ചടി ഗംഭീരമായിട്ടുണ്ട്.